മിഡിൽ ഈസ്റ്റിൽ യുദ്ധഭീതിയും സൈനിക പിരിമുറുക്കവും പുതിയ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് സൗദി അറേബ്യക്കെതിരെ കടുത്ത ആക്രമണവുമായി യമനിലെ ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതർ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. സൗദിയുടെ തെക്കൻ അതിർത്തി പ്രദേശമായ നജ്റാനിലുള്ള പ്രധാന മേഖലകൾ ലക്ഷ്യമിട്ടാണ് ഹൂതികൾ ഇരട്ട ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയത്. നജ്റാൻ പ്രാദേശിക വിമാനത്താവളത്തിന് നേരെയും അറേബ്യൻ അമേരിക്കൻ ഓയിൽ കമ്പനിയായ അരാംകോ എണ്ണ നിക്ഷേപ കേന്ദ്രത്തിന് നേരെയും തങ്ങൾ ആക്രമണം നടത്തിയതായി ഹൂതി സൈനിക വക്താവ് യാഹ്യ സാരി ഔദ്യോഗികമായി അവകാശപ്പെട്ടു. സൗദി അറേബ്യയും യമനും തമ്മിൽ നിലനിൽക്കുന്ന കടുത്ത സൈനിക തർക്കങ്ങളുടെ തുടർച്ചയായാണ് ഈ പുതിയ പ്രഹരം. യമൻ അതിർത്തിയോട് ചേർന്നുള്ള തന്ത്രപ്രധാനമായ പ്രദേശമാണ് നജ്റാൻ. അതുകൊണ്ട് തന്നെ പ്രദേശത്തെ ഗതാഗത സാമ്പത്തിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിടുന്നതിലൂടെ സൗദി ഭരണകൂടത്തിന് മേൽ വലിയ മാനസികവും സൈനികവുമായ സമ്മർദ്ദം സൃഷ്ടിക്കുകയാണ് ഹൂതി വിമതരുടെ പ്രാഥമിക ലക്ഷ്യം. ആക്രമണങ്ങൾ നടന്നതായി ഹൂതികൾ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇവയുണ്ടാക്കിയ നാശനഷ്ടങ്ങളുടെ വ്യാപ്തിയെക്കുറിച്ചോ ആളപായത്തെക്കുറിച്ചോ ഉള്ള വിവരങ്ങൾ സ്വതന്ത്ര ഏജൻസികൾ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഈ വിഷയത്തിൽ സൗദി അറേബ്യൻ അധികൃതരിൽ നിന്നും ഔദ്യോഗിക പ്രസ്താവനകളൊന്നും പുറത്തു വന്നിട്ടില്ല. സൗദി അറേബ്യയ്ക്ക് ഹൂതികളിൽ നിന്നുള്ള സുരക്ഷാ ഭീഷണികളെ ചെറുക്കാനോ അവരെ പൂർണ്ണമായി മടിച്ചമർത്താനോ സാധിക്കില്ലെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് മുന്നറിയിപ്പ് നൽകി. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഈ ആക്രമണ വാർത്തകൾ പുറത്തു വരുന്നത്. ഇത് മേഖലയിലെ പ്രാദേശിക ശക്തികൾ തമ്മിലുള്ള വാഗ്വാദങ്ങൾക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട്. ഹൂതി വിമതർക്ക് സാങ്കേതികവും സൈനികവുമായി സഹായങ്ങൾ നൽകുന്നത് ഇറാൻ ആണെന്ന് സൗദി അറേബ്യയും പാശ്ചാത്യ രാജ്യങ്ങളും നിരന്തരം ആരോപിക്കുന്നുണ്ട്. എന്നാൽ തങ്ങൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഡ്രോൺ മിസൈൽ സാങ്കേതിക വിദ്യകളാണ് ആക്രമണങ്ങൾക്ക് ഉപയോഗിക്കുന്നതെന്നാണ് ഹൂതികളുടെ നിലപാട്. സൗദിയുടെ കരയതിർത്തികളിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിനൊപ്പം സമുദ്രപാതകളിലും വലിയ രീതിയിലുള്ള സുരക്ഷാ ഭീഷണിയാണ് ഹൂതികൾ ഉയർത്തുന്നത്. സൗദി അറേബ്യയുടെ എണ്ണക്കപ്പലുകൾക്കും മറ്റ് അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകൾക്കും നേരെ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് അവർ നേരത്തെ തന്നെ താക്കീത് നൽകിയിരുന്നു. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്ര വ്യാപാര പാതകളിലൊന്നായ ചെങ്കടലിലൂടെയുള്ള ചരക്ക് ഗതാഗതത്തെ ഈ സംഘർഷം സാരമായി ബാധിക്കുന്നുണ്ട്. സൂയിസ് കനാൽ വഴിയുള്ള ആഗോള എണ്ണ വിതരണത്തിന് ഹൂതികളുടെ ഈ നീക്കങ്ങൾ വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില ക്രമാതീതമായി ഉയരാൻ ഇത്തരം ആക്രമണങ്ങൾ വഴിവെക്കുന്നുണ്ട്. സൗദി അരാംകോ പോലുള്ള ലോകോത്തര എണ്ണയുൽപാദന കേന്ദ്രങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ചെറിയ ആക്രമണങ്ങൾ പോലും ആഗോള സമ്പദ് വ്യവസ്ഥയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതാണ്. കഴിഞ്ഞ കുറച്ചു നാളുകളായി റിയാദും സനയും തമ്മിൽ നിലനിന്നിരുന്ന താൽക്കാലിക വെടിനിർത്തൽ ധാരണകളെയും സമാധാന ശ്രമങ്ങളെയും പാടെ തകർത്തുകൊണ്ടാണ് ഈ പുതിയ ആക്രമണ പരമ്പരകൾ എത്തിയത്. ഇത് മേഖലയിൽ വീണ്ടും ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിന് കളമൊരുക്കുമോ എന്ന ആശങ്ക ഉയർത്തുന്നുണ്ട്. യമനിലെ ആഭ്യന്തര യുദ്ധത്തിൽ സൗദിയുടെ നേതൃത്വത്തിലുള്ള അറബ് സഖ്യസേന ഇടപെട്ടത് മുതൽ സൗദി നഗരങ്ങൾക്ക് നേരെ ഹൂതികൾ പോയിന്റ് ബ്ലാങ്ക് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുന്നത് പതിവാണ്. വിമാനത്താവളങ്ങളും എണ്ണ ശുദ്ധീകരണശാലകളും ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഭാഗമാണ്. അതിർത്തിയിലെ എണ്ണ അടിസ്ഥാന സൗകര്യങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സൗദി അറേബ്യ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത നൂതന പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് സൗദി ഡ്രോണുകളെ പ്രതിരോധിക്കുന്നത്. എന്നിരുന്നാലും ചെലവ് കുറഞ്ഞ കാമികാസെ ഡ്രോണുകൾ ഉപയോഗിച്ച് വൻകിട പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ ഹൂതികൾക്ക് സാധിക്കുന്നുണ്ട്. ഇത് സൗദി സൈന്യത്തിന് വലിയ സാമ്പത്തിക സാങ്കേതിക വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. മിഡിൽ ഈസ്റ്റിലെ സമാധാനാന്തരീക്ഷം വീണ്ടും വഷളാകുന്നത് അന്താരാഷ്ട്ര സമൂഹത്തെ വലിയ തോതിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്. സംഘർഷത്തിൽ നിന്ന് പിന്തിരിയണമെന്നും നയതന്ത്രപരമായ സംഭാഷണങ്ങളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള ലോക സംഘടനകൾ ഇരു വിഭാഗങ്ങളോടും ആഹ്വാനം ചെയ്തു. അതിർത്തിയിലെ സൈനിക നടപടികൾ കൂടുതൽ ശക്തമാക്കാൻ ഹൂതികൾ തീരുമാനിച്ചാൽ സൗദി അറേബ്യയുടെ ഭാഗത്തു നിന്നും ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഇത് യമനിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ദുരിതം വീണ്ടും വർദ്ധിപ്പിക്കാൻ മാത്രമേ ഉപകരിക്കൂ.